ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാനിന്ന് നിങ്ങൾക്ക് ഹോം മെയ്ഡ് പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരുന്നത്. ഓവൺ ഇല്ലാതെ വീട്ടിൽ എങ്ങനെയാണ് നമുക്ക് പിസ്സ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അതിനായി ഞാൻ ആദ്യം ഇവിടെ മസാലയാണ് തയ്യാറാക്കുന്നത്. അതിനായി വൈറ്റ് ഓണിയൻ ഉണ്ടെങ്കിൽ വൈറ്റ് ഓണിയൻ, ഇല്ലെങ്കിൽ സാധാ ഓണിയൻ ആയാലും കുഴപ്പമില്ല. വൈറ്റ് ഓണിയനാണ് കുറച്ചും കൂടി ബെറ്റർ. ഒരു വൈറ്റ് ഓണിയൻ, അതുപോലെ തന്നെ ഒരു തക്കാളി, ഇതുപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗം എടുത്തൊഴിവാക്കുക. സെൻറ്റർ ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെറുതായി വെട്ടി തക്കാളി മാറ്റുക. അതുപോലെ ഒരു ക്യാപ്സിക്കനും കൂടെ ഇതുപോലെ സെൻറ്ററിൽ നിന്നുള്ള പോർഷനൊക്കെ എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം അതേ വലിപ്പം നമ്മൾക്ക് രീതിയൊക്കെ ഏത് രീതിയിലാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അതുപോലെ കുറച്ച് ഗ്രീൻ ഒലീവ്, ബ്ലാക്ക് ഒലീവ് ഉണ്ടെങ്കിൽ കുറച്ച് ബ്ലാക്ക് ഒലീവും കൂടി ഉപയോഗിക്കാം. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് ഓറിഗാനോ പൗഡർ, ഇതാണ് ഓറിഗാനോ പൗഡർ. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു ഫ്രൈ പാൻ ഇട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം വെട്ടി വെച്ച ഉള്ളിയും, ആ ഉള്ളി ഒന്നും വേവൊന്നും വേണ്ട, ഒന്ന് ആ പച്ച മണം ഒന്ന് പോയാൽ മതി. അതുപോലെ തന്നെ ക്യാപ്സിക്കനും തക്കാളിയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 3 ഐറ്റം മസാലയും ഗ്രീൻ ഒലീവും ഗ്രീൻ ജൈത്തൂനും അതുപോലെ ബ്ലാക്ക് ജൈത്തൂനും എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. ബ്ലാക്ക് ഒലീവും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നോൺ വെജ് പിസ്സയാണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചിക്കൻ വേവിച്ചിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സക്ക് വേണ്ടിയിട്ടുള്ള മാവ് ശരിയാക്കാം. അതിന് ഞാൻ 100 ഗ്രാം പാലും 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 1 ടീസ്പൂണ് ഉപ്പും അതുപോലെ തന്നെ ഈസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും ഒരു മുട്ടയും കുറച്ച് ഒരു 50 മില്ലി എണ്ണയും അതുപോലെ ഒരു 150 മില്ലി വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 കപ്പ് മൈദ, 500 ഗ്രാം മൈദയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ശരിക്കും ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് നല്ല വൃത്തിക്കൊന്ന് കുഴക്കുക. അതായത് കുഴക്കുമ്പം നല്ല വൃത്തിക്ക് കുഴക്കണം. കാരണം വെള്ളം ഒന്ന് കുറച്ച് നമ്മൾ ചപ്പാത്തി കുഴക്കുന്നതിനേക്കാളും കുറച്ച് മുന്നോട്ടാക്കിയിട്ട് വെള്ളം കുഴക്കണം. അപ്പോൾ അതിനുശേഷം കുറച്ച് എണ്ണയും തടവിയിട്ട് നമുക്ക് ഏകദേശം ഒരു 10-45 മിനിറ്റ് നേരം നമുക്കിതൊന്നൊരു കവർ ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാവ് ഏകദേശം 45 മിനിറ്റിന് ശേഷം ഏകദേശം പൊന്തതിന് ശേഷം ഒരു പലകൻ്റെ മുകളിൽ നമ്മളെ താഴെ നമുക്ക് പരത്താൻ പറ്റുന്ന ഒരു സൗകര്യത്തിൽ നമ്മൾ ഈ സാധനത്തിന് നമ്മൾ വലുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പരത്തൊന്നും വേണ്ട. നമ്മൾ ഏത് പാത്രത്തിലേക്കാണെങ്കിൽ അതിലേക്ക് ഇങ്ങനെ കൈകൊണ്ട് മുട്ടിയിട്ടൊന്ന് ശരിയാക്കിയാൽ മതി. ഇപ്പം ഞാൻ ചെറിയ പിസ്സ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനിത് മൊത്തം ഒന്ന് പരത്തിയതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു അടപ്പിൻ്റെ മൂടി കൊണ്ട് നമ്മൾ ഇതുപോലെ എല്ലാം റൗണ്ടായിട്ട് അത്യാവശ്യം ഒരു വലുപ്പത്തിൽ ഒന്ന് എല്ലാം റൗണ്ടായിട്ട് അത് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എത്രയാണ് വലിപ്പം വേണ്ടതെന്ന് വെച്ചാൽ ആ വലിപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇതുപോലെ എല്ലാം ഇട്ടതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു ഫോർക്ക് കൊണ്ട് ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്തിയിട്ട് പൊങ്ങി പോകാതിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയ മാവിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പിസ്സ സോസ് ഇട്ടിട്ടുണ്ട്. പിസ്സ സോസ് റെഡിമെയ്ഡായിട്ട് കിട്ടും. ഇനി പിസ്സ സോസ് വാങ്ങിക്കുന്നില്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് തന്നെ ഉപയോഗിച്ചാലും മതി. പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഇട്ടുതരാം. അപ്പോൾ ഇതൊക്കെ നമ്മളിട്ട് ഒന്ന് റെഡി ആയതിന് ശേഷം കുറച്ചൊരു മൊസറല്ല ചീസിൻ്റെ കുറച്ച് പോർഷൻ അടിവശത്ത് നമ്മൾ ഇടുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പിസ്സ പൊങ്ങി വരുന്ന സമയത്ത് മസാല വേർവിട്ട് പോകാതൊക്കെ ഒരു ഗമ്മിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ മൊസറല്ല ചീസ് ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച മസാല 1 ടേബിൾ സ്പൂൺ കൊണ്ട് നമ്മളെല്ലാത്തിൻ്റെയും സെൻറ്റർ വശത്ത് ഇടുക. മസാല നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് മസാലയാണ് ഇതിൽ നമുക്ക് ചിക്കന്, മട്ടന് ഒക്കെ മഷ്റൂമും എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാം ഇത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്.
അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് മാറ്റുകയാണ്. ആ ഒരു പീസാണ് എങ്ങനെയാണ് ഫ്രൈ പാനിൽ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനോട് ഞാൻ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 190 ഡിഗ്രി സെക്ഷനിൽ ഓവനിൽ വെച്ചിട്ട്, അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ആ ഒരു എണ്ണ മാറ്റി വെച്ചത് എങ്ങനെയാണ് ഫ്രൈ പാനിൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ട് അതിലേക്ക് ഈ പിസ്സ വെച്ച് ആ സ്പോട്ടിൽ തന്നെ ഒരു കവർ ചെയ്തിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് നേരം ചെറിയ തീയിൽ വേവിച്ചതിന് ശേഷം ഏകദേശം ഇതുപോലെ അടിവശം റെഡ് കളർ വരുന്ന സമയത്ത് നമുക്കിതെടുക്കും. ആ സമയം നമ്മൾക്ക് നമ്മുടെ മോൾ ഭാഗമൊക്കെ ഒന്ന് നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും, ചീസൊക്കെ ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഞാൻ ഒന്നരാടാണ് വീഡിയോ ഇടുന്നത്. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതിനൊരു കമൻറ്റ് ചെയ്തതിന് ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് നോക്ക്, നമ്മുടെ പിസ്സ ഒക്കെ നല്ല സ്ട്രെച്ച് തോന്നുന്നു. ഓക്കെ ബൈ ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.